വന്ദനം. It's a long time. We've been here on Zoom for many Sundays now. ഇങ്ങനെ സൂമിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. And let's pray that we'll be able to meet soon together in the church. നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് സഭയായിട്ട് നമുക്ക് ആ സഭ കെട്ടിടത്തിൽ തന്നെ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. But this time definitely is a very strange and difficult period we're going through. തികച്ചും ഒരു വ്യത്യസ്തമായതും ഒരു പ്രയാസമുള്ള ഒരു സമയങ്ങളാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്നത്. I picture almost like having a train accident. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ട്രെയിൻ യാത്രയിൽ പോകുകയും ഒരു ആക്സിഡന്റ് ആകുകയും ചെയ്ത ഒരു അതുപോലത്തെ ഒരു സംഭവമായി ഇപ്പം നടക്കുന്നതെന്ന് എനിക്ക്. We may be in a coach where we may have just been shaken. We don't know. We might even be knowing what happened. Maybe we were in the back of the train and nothing much happened in our compartment. നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുവാന്നിരിക്കട്ടെ, നമ്മൾ ഒരു പക്ഷേ ആ ട്രെയിനിന്റെ പുറകിലുള്ള ഒരു കമ്പാർട്ട്മെന്റിലായിരിക്കും, ബോഗിയിലായിരിക്കും. അവിടെ ഒരു ചെറിയൊരു കുലുക്കം മാത്രമേ സംഭവിച്ചുള്ളായിരുന്നു, ബാക്കി ഒന്നും സംഭവിച്ചില്ല. പലരും അത് അറിഞ്ഞുപോലും ഇല്ല എന്തോ സംഭവിച്ചെന്ന്. Maybe when we came out of the train, we realized half the train is in the water, and many people are dead. നമ്മള് ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ബോഗിയിൽ നിന്ന് പുറത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നത്. നോക്കുമ്പോൾ മനസ്സിലാവും, അയ്യോ പകുതി കമ്പാർട്ട്മെന്റ് വെള്ളത്തിനകത്ത് പോയല്ലോ, പലരും മരിച്ചു പോയല്ലോ എന്ന്. So can you see, even though it might not have affected us very much, the world has been going through a terrible turmoil. നമ്മളെ ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയട്ടെ, ലോകം ഭയങ്കരമായ ഒരു ഇളക്കം തട്ടി ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോവാണ്. And so I wish I could give you a very positive message today. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. But let me just tell you this much. You see, this is a very the pandemic has come out of the curse upon the whole of mankind, isn't it? This curse of sin that has changed the whole world after the fall. ആ മനുഷ്യരുടെ വീഴ്ചകളിൽ ശേഷം ലോകത്തിന്റെ മേൽ, ഭൂമിയുടെ മേൽ വന്ന ആ ശാപത്തിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ബാധ ഈ ഭൂമിയുടെ മേൽ വന്നു ഭവിച്ചത്. So in one sense, every difficult thing that happens, you see, can be traced back to the fall of man. അത് ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വേണ്ടാത്തൊരു ദുഷ്ടമായ പ്രയാസമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നു. എല്ലാം നമ്മൾ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യന്റെ വീഴ്ച, മാനവജാതിയുടെ വീഴ്ചയിലോട്ട് നമുക്ക് ചൂണ്ടി നോക്കാൻ പറ്റും. The pandemic may be God trying to shake the whole world. ഒരു പക്ഷേ ഈ മഹാബാധ വന്നത് ദൈവം ഈ ലോകത്തെ തന്നെ ഒന്ന് കുലുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. There is also a shaking of the church that is happening, isn't it? പക്ഷെങ്കിൽ അതിനോടൊപ്പം സഭകളെയും കുലുക്കുന്ന ഒരു സമയമാണിത്. It's almost like we have to awake from many things we have been sleeping. ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ നമ്മള് പല കാര്യം സംബന്ധിച്ച് ഉറക്കത്തിലായിരുന്നു, അതിനകത്ത് ഉണർന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ. We really have some unfinished business work to do. നമ്മൾ തുടങ്ങി വെച്ച തീർക്കാത്ത പല കാര്യങ്ങളുണ്ട്, അത് തീർക്കേണ്ടതായിട്ടുണ്ട്, പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. Yes, we are definitely going to have a blessed rest. തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വസ്ഥത ദൈവം തരുക തന്നെ ചെയ്യും. But you see, here on earth there is work for us to do. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, പ്രവർത്തിക്കാൻ കാര്യങ്ങളുണ്ട്. We can't afford to just sit back and relax while we are here on earth. ഇപ്പോൾ ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങ് ചാരി
അങ്ങ് സ്വസ്ഥമായിട്ട് അങ്ങ് വിശ്രമിക്കുന്ന സമയമല്ല Yes, ഇപ്പം. God gives us richly good things to enjoy. തീർച്ചയായിട്ടും അധികം ഘനമായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ ആസ്വദിക്കാൻ ദൈവം തരാറുണ്ട്. But you see, there is unfinished work for us. There are things that we should be doing in our lives and through our lives. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ജീവിതത്തിൽ കൂടിയും പല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ വേലയെ തികയ്ക്കേണ്ടതായിട്ടുണ്ട്. And I'm here to challenge each one of us as to what are the things that we ought to be doing. What is our part? ഞാൻ നമ്മളെ വെല്ലുവിളിക്കാൻ പോവുകയാണ്. നമ്മളുടെ ഭാഗം എന്താ? നമ്മൾ എന്താണ്? ഏത് വേലയാണ് തികയ്ക്കേണ്ടതായിട്ടുള്ളത്? There are many preachers who would definitely, would be preaching all that God has done for us. ഒത്തിരി പ്രസംഗികർ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. I just want to bring out how do we appropriate these things? What is the thing that we should be doing? What is holding us back? How come we are not moving into these things? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, കൈവശമാക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഒന്ന് പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. For those of us who are born again, വീണ്ടും ജനിക്കപ്പെട്ട നമ്മള് we understand that salvation is a gift from God. നമ്മൾക്ക് അറിയാം രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. We have turned from our dead works. നമ്മൾ നമ്മുടെ മരിച്ച പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു വന്നു. Accepted the work of Jesus. യേശുവിന്റെ പ്രവൃത്തിയെ നമ്മൾ സ്വീകരിച്ചു. Now there is something that we did for us to receive from God. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളൊന്ന് സ്വീകരിക്കാനായിട്ട് കൈവശമാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. That is why salvation is not just based on faith, it is based on faith and repentance. അതുകൊണ്ടാണ് രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമല്ല, വിശ്വാസവും അനുതാപവും ഈ രണ്ടും കൂടെ കൂട്ടിച്ചെല്ലുമ്പോഴാണ് രക്ഷ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. See, I want to bring around this very important thing about sowing and reaping. ഈ വിതയ്ക്കുന്നതിനെ കുറിച്ചും കൊയ്യുന്നതിനെ കുറിച്ചും ഞാൻ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാൻ Many teachers ആഗ്രഹിക്കുന്നു. use it as a wrong teaching in many places. പല സ്ഥലങ്ങളിലും പല പ്രസംഗികരും തെറ്റായ രീതിയിൽ അതിനെ We പഠിപ്പിക്കാറുണ്ട്. do not sow so that we are forcing God to give us something in return. നമ്മള് ദൈവം നമ്മൾക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ തിരിച്ച് തന്നെ പറ്റൂ എന്നുള്ള മനോഭാവത്തോടെ അല്ല നമ്മൾ വിതയ്ക്കുന്നത്. Listen carefully, our sowing is a response to what God has done. നമ്മൾ മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ വിതയ്ക്കുന്നത് ദൈവം നമ്മൾക്ക് ചെയ്ത കാര്യത്തിന്റെ ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണമായിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്. അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒരു വ്യവസ്ഥ എന്നുള്ള രീതിയിലല്ല നമ്മൾ വിതയ്ക്കുന്നത്. പക്ഷെങ്കിലും നമ്മളുടെ വിതയ്ക്കല് ഭയങ്കരമായ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. Even when we are born again, we are sowing ourselves, we are giving our bodies to God, we are giving ourselves to God as a living sacrifice. നമ്മൾ വീണ്ടും ജനിക്കുന്ന സമയത്ത് നമ്മൾ വിതയ്ക്കുവാണ്. എന്താണ്? നമ്മളുടെ ജീവിതം തന്നെ നമ്മളെ തന്നെ കർത്താവിന്റെ കയ്യിലോട്ട് അങ്ങ് വിതച്ച് ഏൽപ്പിച്ച് അങ്ങ് കൊടുക്കുവാണ്. See, we give to others more sacrificially because we realize nothing is ours anyway. നമ്മൾ മറ്റുള്ളവർക്ക് ത്യാഗപരമായ രീതിയിൽ നമ്മൾ കൊടുക്കാൻ കാരണം എന്താ? നമ്മൾക്കറിയാം ഒന്നും എന്റേതല്ല, എനിക്ക് അവകാശം പറയാൻ ഒന്നുമേ ഇല്ല. So see, when we bless other people, we are not sowing so that we can get something in return. We are sowing because we know how much God has blessed us. നമ്മൾ മറ്റുള്ളവരെ ത്യാഗപരമായിട്ട് സഹായിക്കുന്ന സമയത്ത് നമ്മൾക്ക് തിരിച്ച് ദൈവം പ്രതിഫലം തരും, ദൈവത്തിൽ നിന്ന് നമുക്ക് മടക്കി തരും എന്നുള്ള രീതിയിൽ മനോഭാവത്തിലല്ല, മറിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കൊടുക്കണം എന്നുള്ള മനോഭാവത്തോടെയാ കൊടുക്കുന്നത്. But you see, even as we bless others, you see, we will surely reap something. That is the part from God. പക്ഷെങ്കില് ദൈവത്തിന്റെ പക്കൽ നിന്ന്, ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എന്ത് വിതയ്ക്കുവാണെങ്കിലും ദൈവം പ്രതിഫലം മടക്കി തരും. So you see, I really believe that sometimes dullness of heart is there upon us only because we are not sowing enough.
we are not sowing enough. ഞാൻ വിചാരിക്കുന്ന ചില സമയത്ത് നമ്മളുടെ ഹൃദയത്തിൽ ഒരു മന്ദത വന്ന് ഭവിക്കുന്നതിന്റെ കാരണം നമ്മൾ ആവശ്യത്തിന് വിതയ്ക്കുന്നില്ല. നമ്മളിൽ നിന്ന് ആ വിതയ്ക്കൽ കുറഞ്ഞു പോവുകയാണ്. That's a topic for another day. I just want to begin today's message by giving you the heading of this message and the portion that we're going to read. ഈ വിതയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ വേറെ ഒരു ദിവസം പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം അതിന്റെ വേദഭാഗവും ഞാനൊന്ന് പറഞ്ഞോളാം. We will look at a topic called testing of our heart. Testing. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ സന്ദേശത്തിന്റെ തലക്കെട്ട് ഹൃദയത്തിന്റെ പരീക്ഷകൾ. And the portion I will read, Sister Anita to read, is from Exodus 15. Remember, I didn't consult with Rebecca at all. Exodus 15, Rebecca presented one side, I'll present the other side. ഞാൻ അനീതയിൽ നിന്ന് എക്സോഡസ് പുറപ്പാടിൻ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ പറയാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം റെബേക്ക എക്സോഡസ് പുറപ്പാട് 15-ൽ നിന്ന് ഷെയർ ആയിരുന്നു. അത് ഞാനും റെബേക്കയും ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചോ തീരുമാനിച്ചിട്ടോ അല്ലായിരുന്നു അങ്ങനെ ചെയ്തത്. റെബേക്ക ആ 15-ാം അധ്യായത്തിന്റെ ഒരു ഭാഗം കാണിച്ചു. ഞാൻ അതിന്റെ മറ്റ് ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നു. അനിത സിസ്റ്റർ പുറപ്പാട് 15-ന്റെ 22 നിന്ന് 2 തൊട്ട് 27 വരെ വായിക്കാമോ? അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ എലീമിൽ എത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. Thank you, Anita. Okay, so very, very interesting portion of scripture. Very lot of vital lessons for us to receive from this. ഇത് നല്ല ഒരു വേദഭാഗമാണ്. ഇതിനകത്ത് നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. You see, most of us do not realize that our growth in God comes through a series of tests that we have. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തത് നമ്മളുടെ ദൈവത്തിന്റെ കൂടെ ഉള്ള ആ വളർച്ച വരുന്നത് ഒരു തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പരീക്ഷയിൽ കൂടിയാണ് ആ വളർച്ച നമ്മളിൽ വരുന്നത്. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. When God puts us on a test, ദൈവം നമ്മളെ ഒരു പരീക്ഷയിൽ കൂടി കൊണ്ടുപോകുമ്പോൾ, the sad thing is most of us we turn it into putting God to the test. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളെ ദൈവം ഈ പരീക്ഷയിൽ കൂടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് മറിച്ച് ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങും. When God puts us on a test, puts a test on us, ദൈവം നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ we turn it into testing God. നമ്മൾ അതിനെ തിരിച്ച് ദൈവത്തെ പരീക്ഷിക്കാൻ. You see, when God tests, അതിൽ തന്നെ listen carefully again. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണേ. When God tests us, ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ it is to examine our faith.
ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യാൻ, അളക്കാനാണ്. It is for us to see how much faith we have. നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് നമ്മൾ കാണാനായിട്ടാണ്. It is for us to work with our faith. നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ തന്നെ അതിനോട് പ്രവർത്തിക്കാനായിട്ടാണ് ദൈവം ആ സാഹചര്യത്തിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ അത് നമ്മളുടെ വിശ്വാസത്തെ ശോധന ചെയ്യാനാണ്. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുവാണ്. I hope this sinks into you this morning. ഇത് നമ്മളിൽ ഒന്ന് ആഴത്തിലോട്ടൊന്ന് ഇറങ്ങുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. You see, look at this incident in Mara. ഈ മാറയിൽ നടന്ന ആ സംഭവത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. First verse says like this: when Moses led them from the Red Sea. ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചത് അവിടെ ഇങ്ങനെ പറയുന്നത്, മോശ ചെങ്കടലിൽ നിന്ന് അവരെ നയിച്ചപ്പോൾ. They just had an amazing experience, an amazing miracle from God. Can you even imagine the Red Sea experience? നമ്മൾക്ക് ആ ചെങ്കടലിന്റെ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ? I mean, just imagine the sea splitting and they saying, I mean, we can't even I don't think it ever happened before. It will never happen again, most likely. ആ ചെങ്കടൽ പിളർന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു, ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു. ഇത്ര അതിശയകരമായ ഒരു സംഭവമായിരുന്നു. അതിന് മുമ്പേ ഒരിക്കലും അത്രയ്ക്കും ഒരു സംഭവം നടന്നിട്ടില്ല. അതുപോലെ വേറെ ഒരിക്കലും നടന്നിട്ട് ഇനി നടക്കത്തുമില്ലായിരിക്കും. Moses led them from the Red Sea. അവിടെ 22ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശ ചെങ്കടലിൽ നിന്ന് അവരെ നയിച്ചു. We heard from Rebecca about the song that Miriam sang. റബേക്കയിൽ നിന്ന് നമ്മൾ കേട്ടു മറിയം അത് കഴിഞ്ഞിട്ട് പാടിയ പാട്ടിനെ കുറിച്ച്. They were in the wilderness for 3 days. അവര് മരുഭൂമിയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. They were thirsty. അവർ ദാഹിച്ചു. You see, they came to some water in front of them. ആ ദാഹിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുന്നിൽ വെള്ളത്തിന് അരികത്തേക്ക് അവരെത്തി. They thought it was good water. To their shock, they found it was bitter water. അവര് വിചാരിച്ചു അത് നല്ല വെള്ളമായിരിക്കും എന്ന്. പക്ഷെങ്കിൽ അവര് വായിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ ഞെട്ടിപ്പോയി, അത് കയ്പുള്ള വെള്ളമായിരുന്നു. അവർക്ക് ദാഹമുണ്ടായിരുന്നു. Imagine being thirsty and finding that the water is not good. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുക, കിട്ടുന്ന വെള്ളമോ കയ്പ്. I mean, we would have also found said, what can we drink? നമ്മളും ആ സമയത്ത് നമ്മളുടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയിപ്പോട്ടെ നമ്മൾ വിചാരിക്കും, നമ്മളും പറയും, അയ്യോ എനിക്ക് കുടിക്കണം, ഇത് എങ്ങനെ കുടിക്കും ഞാൻ? ഇത് എങ്ങനെയാണ് ഒരു പരീക്ഷയായി മാറുന്നത്? അത് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. Israel tested God 10 times, it says in Numbers chapter 14. സംഖ്യ പുസ്തകം 14ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം ദൈവത്തെ 10 പ്രാവശ്യം പരീക്ഷിച്ചു. This was one of them. ഇത് ഈ ഇപ്പ മറയിൽ ചെയ്തത് അതിലൊന്നായിരുന്നു. And you see, because of that, of their grumbling, they could not enter the promised land. ദൈവത്തെ പരീക്ഷിച്ച കാരണത്താൽ അവര് പെറുവിറുത്തു. ആ പെറുവിറുത്ത കാരണത്താൽ വാഗ്ദത്ത ദേശത്ത് അവർക്ക് എത്താൻ സാധിച്ചില്ല. Most of this 10 times was grumbling, complaining. ഈ 10 പ്രാവശ്യം പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷവും സമയത്ത് അവര് ചെയ്തത് പെറുവിറുപ്പായിരുന്നു, പരാതി പറയുമായിരുന്നു. Yes, they committed great immorality, they committed grievous sins, and so many things happened even after they reached the promised land. അവര് ഒത്തിരി ഘോരമായ പാപത്തിൽ ഏർപ്പെട്ടു, വിചാരത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ പല പല കാര്യങ്ങൾ അവര് ചെയ്തു. വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടും അവര് പാപം ചെയ്തു. Their sin took them out into exile. അവരുടെ പാപം അവരെ പ്രവാസത്തിലോട്ട് പിന്നെയും കൊണ്ടുപോയി. But this 10 times of complaints actually stopped them from reaching the promised land. ഈ 10 പ്രാവശ്യം പെറുവിറുത്ത കാരണത്താല് അവര് വാഗ്ദത്ത നാട്ടില് എത്താതെ
അത് അവർക്ക് പ്രാപിക്കാതെ പോയി. So we should really study about these things in detail. ഇതിനെക്കുറിച്ച് നമ്മള് ഒരു ആഴത്തിൽ പഠിച്ചേ മതിയാവും. You see, Israel grumbled at Moses. That's the first thing I want to tell you. ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തു. Who did the great miracle for them? ആരായിരുന്നു വലിയ അതിശയങ്ങൾ അവരുടെ മുന്നിൽ ചെയ്തത്? Did they not see the great miracle? അവർ വലിയ അത്ഭുതങ്ങൾ കണ്ടില്ലേ? Could they not have asked God directly, Lord, we are thirsty, the water is not good, what should we do? അവർക്ക് വേണമെങ്കിൽ ദൈവത്തോട് നേരിട്ട് പറയാൻ, ദൈവമേ ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഈ വെള്ളം കയ്പാണ്, എന്ത് ഞങ്ങൾ ചെയ്യണം? ദൈവത്തോട് ചോദിക്കാമായിരുന്നല്ലോ. They did not have any connection with God. നമ്മൾ അവിടെ കാണുന്നത് അവർക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമില്ലായിരുന്നു. They had no idea how to relate to God. അവർക്ക് ദൈവത്തോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് അവർ അറിഞ്ഞില്ല. That was the problem. അതായിരുന്നു പ്രശ്നം. Moses was to be blamed because he was leading them. മോശെ അവര് പരാതി പറഞ്ഞു, കാരണം പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മോശയായിരുന്നു അവരെ നയിച്ചത്. At least they could have said like this to Moses. അവർക്ക് വേണമെങ്കിൽ മോശയോട് ഇത്രയെങ്കിലും പറയാമായിരുന്നു. What miracle is God going to do this time? ഓ മോശെ, ദൈവം ഇനി ഏത് അതിശയമാ ചെയ്യാൻ പോകുന്നത്? We just saw a wonderful miracle from God. ഇപ്പൊ ഞങ്ങൾ ഒരു ദൈവത്തിൽ നിന്ന് അതിശയം കണ്ടതേ ഉള്ളൂ. This is nothing compared to what happened in the Red Sea. ഓ ഇതാണെങ്കിൽ നടൻ കഴിഞ്ഞ അത്ഭുതത്തിന്റെ മുമ്പിൽ ഇതൊന്നുമേ ഇല്ല. Remember the Red Sea was also a place where they grumbled and said, we want to go back to Egypt. നമ്മൾ മറക്കരുത്, ചെങ്കടലിന്റെ മുമ്പിൽ അവർ നിന്നപ്പോഴും അവര് പൊറുപുറത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തിരിച്ച് മിസ്രൈമിലോട്ട് മടങ്ങി പോകണമെന്ന്. The Red Sea did not change the way they viewed God. ഓ ചെങ്കടലിന്റെ അനുഭവം, ആ ചെങ്കടല് അവര് ദൈവത്തെ കാണുന്നതില് ഒരു വ്യത്യാസവും അവരുടെ മനസ്സിൽ കൊണ്ടുവന്നില്ല. The waters were called Mara. ആ വെള്ളത്തിന്റെ പേര് മറ. Israel gave that name to that place. ഇസ്രായേൽ ജനമാണ് ആ സ്ഥലത്തിന് മറ എന്ന് വിളിച്ചത്. The water was bitter. അതിന്റെ കാരണം ആ വെള്ളം കയ്പായിരുന്നു. But what did you do something else also in this? അവിടെ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. It was not that their water was bitter, their hearts also became bitter. അവിടെ ആ വെള്ളം കയ്പുള്ളതായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയവും കയ്പുള്ളതായിട്ട് മാറി. We were asking ourselves, what is wrong in just saying, Lord, I'm thirsty and this water is bad? Why did God have such a big issue with it? അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം, അരെ ഈ വെള്ളം കയ്പാ, അപ്പൊ ഞാൻ ദൈവമേ ഈ വെള്ളം കയ്പാണ്, ഞാൻ എന്ത് ചെയ്യും, എന്ത് കുടിക്കും, എങ്ങനെയാ എന്ന് പറയുന്നതിനകത്ത് എത്ര ഇത് എന്താ ഇത്രമേ പറഞ്ഞല്ലോ, അതെന്താ വലിയ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യമായ ഒരു ആവശ്യത്തിന്റെ അവസാനം പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഓ ഈ ആവശ്യം ദൈവം നിറവേറ്റിയല്ലോ. പിന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അയ്യോ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നു. God is still saying something that we are unwilling to listen. ആ സമയത്തും അങ്ങനെയുള്ള അവസ്ഥകളുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോഴും ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നമ്മൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. Something more God is saying that we are unwilling to listen. നമ്മളോട് അധികമായി അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയും നമ്മൾ കേൾക്കാൻ മനസ്സില്ലാതെ ആയി പോവുകയും ചെയ്യും. നമ്മൾക്ക് അത് പ്രാപിച്ചു എന്ന വരെ എത്തി, പക്ഷെ പെട്ടെന്ന് മനസ്സിലായി, അയ്യോ കിട്ടിയില്ലല്ലോ. പെട്ടെന്ന് നമ്മളിൽ നമ്മൾ കയ്പുള്ളവരായി മാറും. Israel had they just couldn't connect with God during that time. ആ സമയങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവമായിട്ട് തമ്മിൽ ബന്ധപ്പെടാൻ പറ്റുന്നേയില്ലായിരുന്നു. Moses was the reason for all this. They grumbled to Moses. അവരെല്ലാരും മോശയാണ് പരാതി പറഞ്ഞത്. What did Moses do about the water being bitter? ആ വെള്ളം കയ്പാകാനായിട്ട് മോശ എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നോ? You see, a healthy church is actually when everyone exercises their faith in God. ഒരു ആരോഗ്യപരമായ സഭ എങ്ങനെയാ ആകുന്നത്? ആ സഭയിലുള്ള എല്ലാവരും
അവർക്കും ഉള്ള ദൈവത്തിലോട്ടുള്ള വിശ്വാസം പ്രാവർത്തിയമാക്കുമ്പോഴാണ് ഒരു സഭ ആരോഗ്യപരമായ Let സഭയാകുന്നത്. me be very frank with you. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, I thank God for you, all of you praying for us as leaders. ഞാൻ നിങ്ങളെ എല്ലാവരോടും, സഭയുടെ മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ എല്ലാവരോടും നന്ദി പറയുവാണ്. നിങ്ങൾ ലീഡേഴ്സായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ We പ്രാർത്ഥിക്കുന്നുണ്ട്. need your prayers much more than ever before. ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന നേരത്തിനെക്കാട്ടിലും അത്യാവശ്യമാണ് ഇപ്പോൾ. Sometime there was a time when we thought we knew everything. Now we feel that we don't know anything. ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒന്നും അറിയില്ല. So you see, we definitely need your prayers. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് But ആവശ്യമാണ്. sometimes I feel uneasy when the church begins to pray, you see, for the leaders. പക്ഷെങ്കിൽ ചില സമയത്ത് സഭ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത It's വരാറുണ്ട്. almost like the leaders have to make everything right for the church to function properly. ആ പ്രാർത്ഥിച്ച് വരുമ്പോൾ പറയുന്നത് ഈ ലീഡേഴ്സ് എല്ലാ രീതിയിലും ഒന്ന് ശരിയായാല് ഈ സഭ ശരിയായിട്ട് പൊക്കോളും എന്നുള്ള രീതിയിലാണ്. You see, I don't know whether you sense that, but sometimes you see it's almost like if the leader is you see the anointed one, everything will turn out okay. നമ്മൾ വിചാരിക്കുന്നു ഈ ലീഡർ ഒരു അഭിഷേകം നിറഞ്ഞു നിൽക്കുവാണ്, അഭിഷക്തനാണെങ്കിൽ എല്ലാം അങ്ങ് ക്രമത്തിൽ പൊക്കോളും, എല്ലാം നേരെ ആയിക്കോളും. See, and that is the danger, I believe. Many of the churches today, we are not encouraging our believers to exercise their individual faiths to grow in God. ഈ സഭകളിൽ ഇത് ഒരു വലിയ അപകടം തന്നെയാണ്. നമ്മള് ലീഡേഴ്സ്, നമ്മുടെ സഭയിലുള്ള എല്ലാവരും അവരവരുടെ വിശ്വാസം പ്രാവർത്തിയമാക്കി വളരാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. I strongly believe even if a leader is weak, the church still moves on. God can replace leaders anytime. ഞാന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഒരു ലീഡർ ബലഹീനനാണെങ്കിൽ ദൈവത്തിന് അദ്ദേഹത്തെയും അവിടുന്ന് മാറ്റി അനേകരെ അവിടെ ഉയർത്താനായിട്ട് ദൈവത്തിന് സാധിക്കും. Maybe the leader goes wrong, the church praying God can just replace the leader. ഒരു ലീഡർ തെറ്റായ രീതിയിൽ പോകുന്ന സമയത്ത് ചർച്ച് സഭ മുഴുവനും പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി ദൈവം വേറെ ഒരാളെ അവിടെ ആക്കി തരാൻ സാധിക്കും. It's his people that he wants to build. ആമേൻ. ഇത് ദൈവത്തിന്റെ സഭയാണ്. ദൈവം തന്റെ ജനത്തെ പണിയാൻ ആഗ്രഹിക്കുന്നു. We can maximize our leaders, we can minimize our leaders. We can do it both ways. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ ഒന്നുമാക്കി പെരുപ്പിച്ച് കാണിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സിനെ അങ്ങ് ചെറുതാക്കി കാണിക്കാം. രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. Verse 26 is a very interesting verse. അവിടെ പുറപ്പാട് 15:26 വാക്യം വളരെ രസകരമായ ഒരു വാക്യമാണ്. You see, because we use this verse as the key verse for most of our healing what do you say, healing miracle verses. നമ്മള് പല പ്രാവശ്യം ഈ വാക്യം നമ്മള് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. We don't have not many verses about healing, but this is a key verse that many people use, charismatic believers use. ഒത്തിരി ആത്മാവിൽ നിറഞ്ഞ വിശ്വാസികളൊക്കെ ഒത്തിരി ഈ വാക്യമാണ് സൗഖ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ And this is where I believe we need to follow the safe rules for interpretation. ഇവിടെ നമ്മള് ഒരു വാക്യത്തെ പരിഭാഷ ചെയ്ത് തർജ്ജമ ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ശരിയായ രീതിയിൽ നമ്മള് ശരിയായ പശ്ചാത്തലത്തിൽ നമ്മൾ Can I ask Anita to read that verse, or someone else can read that words loudly? Just verse 26. Anyone who's got അനിത ആരെങ്കിലും 26 വാക്യം ഉറക്കത്തിൽ ഒച്ചത്തിൽ വായിക്കുമോ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. You see, now most of us, we claim the second part of that verse with great fervor.
നമ്മളിൽ പലരും ഈ വാക്യത്തിന് 26-ാം വാക്യത്തിന്റെ ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ മുറുകെ But let പിടിക്കാറുണ്ട്. me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Doesn't this verse have a condition? ഈ വാക്യത്തിൽ ഈ 26-ാമത്തെ വാക്യം നമ്മൾ നോക്കിയതില് അവിടെ ഒരു വ്യവസ്ഥ നമ്മൾ How many കാണുന്നുണ്ടോ? of us can boldly say, because I am doing all that, the first part of that verse is saying, I have a right to receive healing from God. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഈ വാക്യത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗത്തിൽ പറയുന്നതെല്ലാം ഞാൻ കൃത്യമായിട്ട് അനുസരിക്കുന്നു, അതും കൊണ്ട് എനിക്ക് രോഗസൗഖ്യം ദൈവത്തിൽ നിന്ന് എനിക്ക് അവകാശപ്പെടാം എന്ന് None of us would dare to say that. How many of us are keeping all his statutes? നമുക്ക് ആർക്കും ധൈര്യത്തോടെ അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര പേരാണ് ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും എല്ലാ ചട്ടങ്ങളും കൃത്യമായിട്ടും പാലിക്കുന്നത്? So can you see there is something else we need to receive more from this verse? നമ്മൾ മനസ്സിലാക്കണം ഈ വാക്യത്തിൽ നിന്ന് വേറെ അധികമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. So important for us to look at scriptures carefully. വേദപുസ്തകം കൃത്യമായിട്ട് ശ്രദ്ധയോടെ നോക്കേണ്ടതിന്റെ How can we claim the പ്രാധാന്യം. first part, second part of that verse and forget about the first part? എങ്ങനെ നമുക്ക് ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് മുറുകെ പിടിക്കാം, പക്ഷെങ്കിൽ ആദ്യത്തെ ഭാഗം നമുക്ക് അവഗണിക്കാം? അത് സാധിക്കത്തില്ല. So you see this Mara incident is a very big lesson for all of us. നമ്മൾ കാണേണ്ടത് ഈ ഈ സംഭവം നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു പാഠം തന്നെയായിരിക്കും. Moses cried out to God. അവിടെ മോശ ദൈവത്തോട് നിലവിളിച്ചു. The Lord showed him a tree. ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു. He threw it to the waters. മോശ ആ വൃക്ഷത്തെ ആ വെള്ളത്തിലോട്ട് എറിഞ്ഞു. The water became sweet. വെള്ളം മധുരമായി. Another miracle happened. അവിടെ വേറെ ഒരു അത്ഭുതം നടക്കുന്നു. Something interesting here. God uses this to tell them something. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണേ, ഇവിടെ ദൈവം വേറെ ചില കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ Why ആഗ്രഹിക്കുന്നു. did God use this incident to talk to them in verse 26, which we just read? ഈ സംഭവം എടുത്ത് 26-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിച്ച അത് പറയാനായിട്ട് ദൈവം എന്തിന് ഈ സംഭവം എടുക്കുന്നു? Every time when God is doing a miracle, ഓരോ പ്രാവശ്യവും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ there is something that God is telling us, my dear friends. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. In fact, God even calls this miracle a test. ദൈവം ഈ അത്ഭുതത്തെ ഒരു പരീക്ഷ എന്ന് വിളിക്കുന്നു. You see, here he says, if you obey all that I tell you to do, ഇവിടെ ദൈവം പറയുന്നു, ഞാൻ പറയുന്നത് എല്ലാം നീ അനുസരിച്ചാൽ I will become your healer. ഞാൻ നിന്റെ സൗഖ്യദായകനായി മാറും. See, now we know this is actually something that he speaks later in great length by giving them the law of Moses. ഇതിനെ കുറിച്ച് വിസ്താരത്തിൽ ദൈവം സംസാരിക്കുന്നുണ്ട് മോശയ്ക്ക് ആ കൽപ്പനകൾ കൊടുത്തപ്പോൾ. So this is just a preview of the law that was going to soon come. ആ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞ ചില കാര്യങ്ങളാണ്. If you do all that I tell you to do, I will surely bless you. ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. All the laws. ദൈവം ആ ജനത്തിന് മൊത്തം കൽപ്പനകൾ കൊടുത്തു. More than 600 laws was given to them through Moses. ആ മോശയിൽ കൂടി 600-ലധികം ചട്ടങ്ങൾ കൽപ്പനകൾ ദൈവം കൊടുത്തു. But you see what happened? പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചത്? They failed. അവര് തോറ്റുപോയി, പരാജയപ്പെട്ടു. So you see, taking this verse 26 to claim something is not very appropriate for us. അപ്പൊ നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ 26-ാമത്തെ വാക്യം എടുത്തിട്ട് നമ്മൾ ചില കാര്യങ്ങളെ അവകാശപ്പെടുന്നത് ശരിയല്ല. You see, the greatest lesson for us is this actually. ഇവിടെ നമ്മൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പാഠം ഇതായിരിക്കണം. Let me begin to explain this to you. ഞാൻ ഇത് നിങ്ങളോടൊന്ന് വിവരിച്ചു പറയട്ടെ. You see, why did God bring this condition before them
at that time? എന്തിനാണ് ആ സമയത്ത് ദൈവം ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ അവരുടെ മുന്നിൽ കൊണ്ടുവച്ചത്? One thing we have to know is this. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. We think that no matter how we live our lives, God is still obligated to bless me. നമ്മൾ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചാലും സാരമില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കടപ്പെട്ടതാണ്. So you see, this thing comes as a root shock to us in between. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ കാര്യം ഒരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. Sometimes God places the law in front of us just to show us, hey, realize there is something that I am waiting for all the time. ചില സമയത്ത് ഈ കൽപ്പന ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളോട് വിളിച്ചു പറയുവാണ്, നീ ഇത് കാണുന്നുണ്ടോ, ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. It is a journey that I am taking you somewhere, God says. ദൈവം നമ്മളോട് പറയും, ഞാൻ നിന്നെ ഒരു യാത്രയിൽ കൊണ്ടുപോകുകയാണ്. The church cannot afford to have this feeling that no matter what, God is out there just to bless me. സഭ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്താലും സാരമില്ല, ദൈവമോ എന്നെ അനുഗ്രഹിക്കാൻ തന്നെ ഇരിക്കുവാണ്. The pandemic has come as a root shock even to the church. ഈ മഹാബാധ വന്നത് ഇത് ഒരു സഭയ്ക്കും ഒരു ഷോക്കാണ്, ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. We have not been safe 100%. Many of us have gone through very difficult times. വിശ്വാസികളായ നമ്മളും പൂർണ്ണമായിട്ട് സുരക്ഷിതം ഒന്നുമല്ല. ഒത്തിരി പേര് ഭയങ്കരമായ പ്രയാസത്തിൽ കൂടി ഈ സമയത്ത് കടന്നു പോകുന്നുണ്ട് വിശ്വാസികൾ. Now it's true that most of us know instinctively that when we become good, God will bless us. നമ്മൾക്ക് നമ്മളുടെ ഇന്ദ്രിയത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഈ നമ്മൾ നല്ലത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. Even before we were believers, we knew this. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. Somehow we knew that if we become a better person, God will surely bless me. നമ്മൾക്ക് അറിയാമായിരുന്നു, ഞാൻ നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്നെ. Even the Hindus believe that. Even the Muslims believe in that. എല്ലാ മതത്തിലുള്ളവരും അത് വിശ്വസിക്കുന്നു. So we also somehow have this feeling that I have to be better so that God can bless me more. അപ്പോൾ നമ്മളും ചിന്തിക്കുന്ന എന്തുവാ, ഞാനും ഒരു മെച്ചപ്പെട്ട ജീവിതം ഒരു നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം എന്നിൽ വരും. But you see, even that is wrong. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി Because we can never be good enough for God to bless us. എന്താന്ന് വെച്ചാല് ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തക്കവണ്ണം ഉള്ള ആ നന്മയൊന്നും നമ്മളിൽ വരാൻ പറ്റില്ല. But I want to place this very vital truth before you this morning. ഈ വളരെ കാതലായ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. There is a false teaching that is going on these days. ഇന്ന് തെറ്റായ ഒരു പഠിപ്പീര് that minimizes our role in receiving God's blessing. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ കൈവശമാക്കാനായിട്ട് അതിന് നമ്മളുടെ പങ്കിനെ വളരെ കുറച്ച് കാണിക്കുന്ന ഒരു പഠിപ്പീരാണ്. It minimizes sin. അത് പാപത്തെ തന്നെ വളരെ തുച്ഛമായി ലഘുവായിട്ട് കാണുന്നു. It minimizes everything. അത് എല്ലാത്തിനെയും അങ്ങ് കുറച്ച് It കാണുന്നു. almost takes God for granted. ദൈവത്തെ അങ്ങ് ദൈവം ചെയ്താലേ പറ്റത്തുള്ളല്ലോ. God is bound to bless me. ദൈവം എന്നെ I become His child. പറ്റത്തില്ല. ഞാൻ ദൈവത്തിന്റെ മകളായല്ലോ. I'm doing all that I need to do. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. How come God is not blessing me enough? പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല? We can come to our maras very soon, my dear friends. നമ്മൾ നമ്മളുടെ മാറായില് വരാൻ പെട്ടെന്ന് Because somehow we feel that we have been good enough for God to bless us. എന്ന് വെച്ചാൽ അതിന്റെ കാരണം ഇതാണ്, നമ്മൾ വിചാരിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തക്കവണ്ണം നമ്മൾ അങ്ങ് നല്ലവരാണെന്ന്. Now that's an equally dangerous place to be. ഇത് ഭയങ്കരമായ അപകടമായ ഒരു അവസ്ഥ തന്നെയാണ്. So on one side, can you see, after the miracle, God is placing something before them. ഒരു വശത്ത് നമ്മൾ കാണുന്നത് അവിടെ ഒരു അത്ഭുതം ചെയ്തതിന് ശേഷം ദൈവം അവരുടെ മുന്നിൽ ചില കാര്യങ്ങൾ വെക്കുന്നു. God is not keeping quiet after the miracle. ആ അത്ഭുതം ചെയ്തതിന് ശേഷം ദൈവം മിണ്ടാതിരിക്കുന്നില്ല. Because there is a journey we all have to take. അത് ദൈവം കാണിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരു യാത്ര
രാത്രിയിൽ ആ പ്രയാണത്തിൽ നമ്മൾ മുമ്പോട്ട് God did നീങ്ങേണ്ടതായിട്ടുണ്ട്. a miracle for them, and then the water became sweet. ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു, ആ വെള്ളം But മധുരമായി why did മാറി. why did he speak these things in between and spoil their mood? പക്ഷെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ദൈവം അതിനെ ഇടയിൽ പറഞ്ഞ് അവരുടെ ആ സന്തോഷത്തെ കെടുത്തി കളഞ്ഞത് എന്തുകൊണ്ട്? Oh, my dear friends, സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. it's a very dangerous place to be, where ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഭയങ്കര അപകടമായ ഒരു അവസ്ഥയാണ്. when we minimize our role, when we minimize sin, നമ്മൾ പാപത്തെയും നമ്മൾ ചെയ്യേണ്ട ചില പടികൾ, നമ്മൾ എടുക്കേണ്ട ചില പടികളെയും നമ്മൾ അത് തുച്ഛമാക്കി അത് സാരമില്ല എന്നുള്ള രീതിയിൽ കാണുവാണെങ്കിൽ ഭയങ്കരം it is taking അപകടമാണ്. away from the lordship of Jesus. അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിന്റെ ആ കർത്തൃത്വത്തിൽ നിന്ന് ദൈവത്തെ മാറ്റുവാണ്. It is almost taking his blessings for granted. നമ്മള് ദൈവത്തിന്റെ അനുഗ്രഹത്തെ അങ്ങ് ലഘുവായിട്ട് എടുക്കുകയാണ്. You know what is even worse? അതിനെക്കാട്ടിലും അപകടം എന്താണെന്നറിയാമോ? We are taking God for granted. നമ്മള് ദൈവത്തെ തന്നെ കാണേണ്ടി പോലെ കാണുന്നില്ല, തുച്ഛമായിട്ടാണ് കാണുന്നത്. We may be taking his blessings for granted, and even worse, sometimes we take God for granted. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മള് കുറച്ച് കാണുന്നു എന്ന് മാത്രമല്ല, നമ്മളങ്ങ് അത് വന്നേ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ കാണുന്ന മാത്രമല്ല, ദൈവത്തെയും ദൈവം അനുഗ്രഹിച്ചേ പറ്റൂ, ദൈവം ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് തെറ്റാണ്, അപകടമാണ്. My dear friends, I'll speak to you next time about something called the dullness of our hearts. അടുത്ത പ്രാവശ്യം ഞാൻ നമ്മുടെ ഹൃദയത്തിന്റെ മന്ദതയെ കുറിച്ച് നാം പങ്കുവെക്കാം. Today, let's see how God wants to test our hearts. ഇന്ന് നമ്മൾ നോക്കുന്നത് ദൈവം എങ്ങനെ നമ്മളുടെ ഹൃദയത്തെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. Yes, they came to Elim soon enough. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് അവരെ എലീമിലോട്ട് What a wonderful എത്തി. place to be. എത്ര നല്ല ഒരു സ്ഥലം. God's mercy and love still prevails. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും പിന്നെയും അവരുടെ കൂടെ തന്നെ തുടർന്നു. Isn't it amazing that Elim mentions about 12 springs of water? അവിടെ എലിമില് 12 നീരുറവയെ കുറിച്ച് പറയുന്നു. Why did the word 12 come there? അവിടെ 12 എന്തിനാ അങ്ങനെ Each എടുത്തു spring പറയുന്നു? for each tribe of Israel. ഓരോ നീരുറവ ഓരോ ഇസ്രായേലിന്റെ ഗോത്രത്തെ What an amazing way God is showing that he can provide. എത്ര അതിശയ രീതിയിൽ ദൈവം പറയുവാണ്, എനിക്ക് നിന്നെ കരുതാൻ പറ്റും. 12 springs of water and 70 date palms. 12 നീരുറവകളും 70 അത്തിവൃക്ഷങ്ങളും. My dear friends, God is behind everything. ഡേറ്റ്സ് ഈന്തപ്പഴത്തിന്റെ വൃക്ഷങ്ങൾ. God is behind everything. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, എല്ലാത്തിനും പിന്നാലെ ദൈവത്തിന്റെ His കരമുണ്ട്, mercy is ദൈവമുണ്ട്. always there. ദൈവത്തിന്റെ കരുണ He longs to എപ്പോഴുമുണ്ട്. bless his children. ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ But how ആഗ്രഹിക്കുന്ന can we ദൈവമാണ്. minimize our role, my dear friends? പക്ഷെങ്കിൽ സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആ പങ്ക്, നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ എങ്ങനെ നമുക്ക് അങ്ങ് കുറച്ച് We കാണാൻ have to സാധിക്കും? come to a fuller surrender. നമ്മള് ഒരു പൂർണ്ണമായിട്ടും അധികമായിട്ട് ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിന്റെ We തലത്തിൽ need നമ്മൾ എത്തിയേ a പറ്റൂ. deeper confession നമ്മൾക്ക് ആഴത്തിലുള്ള ഒരു ഏറ്റുപറച്ചിൽ നമ്മളിൽ നിന്ന് വന്നേ മതിയാവും. for a greater glory. എന്തുകൊണ്ട്? ഒരു അതിമഹത്തായ മഹത്വത്തിനു വേണ്ടി, വലുതായ ഒരു മഹത്വത്തിനു വേണ്ടി. See, listen, the sad thing is this. അവിടെ ദുഃഖകരമായ കാര്യം ഇതാണ്, They had many elims along the way, അവരുടെ ജീവിതത്തിൽ പല എലിം അവസ്ഥകൾ ദൈവം but കൊടുത്തിരുന്നു. they could not reach the promised land. ഇതെല്ലാം ദൈവത്തിന്റെ നന്മകൾ അവർ അനുഭവിച്ച ശേഷവും അവർക്ക് വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. What a tragedy if we win our small battles. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ ചെറിയ ചെറിയ പോരാട്ടങ്ങള് നമ്മൾ ജയിച്ചതിന് ശേഷം And then we lose the big ones. അതിനെല്ലാം നമ്മൾ ജയിച്ച് പോവുക. പക്ഷെങ്കിൽ വലിയ ഒരു യുദ്ധം വരുമ്പോഴത്തേക്ക് നമ്മൾ തോറ്റു പോവാണെങ്കിൽ
Can we come to the cross, my dear friends? സുഹൃത്തുക്കളെ, നമുക്ക് ആ ക്രൂശിലോട്ട് കടന്നു That's വരാം. our only safety. അത് മാത്രമേ, ആ ക്രൂശ് മാത്രമേ ഉള്ളൂ നമ്മളുടെ For us to സുരക്ഷിതത്വം. embrace the work of the cross. ആ ക്രൂശിലെ പ്രവൃത്തിയെ നമുക്ക് ഒന്ന് ആലിംഗനം We ചെയ്യാൻ. never deserve God's blessing. We will never be good enough for God's നമ്മൾ blessing. ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം അർഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നന്മ നിറഞ്ഞവരായി ഒരിക്കലും നമ്മൾ It is only ആകത്തില്ല. because of the cross. അത് ക്രൂശിന്റെ But we പ്രവൃത്തി need to കാരണം embrace മാത്രം. the cross. പക്ഷെങ്കിൽ നമ്മൾ ആ ക്രൂശിന്റെ We പ്രവൃത്തിയെ need to receive. നമ്മൾ ആലിംഗനം We need ചെയ്യണം. to receive its work more fully. ആ ക്രൂശിന്റെ പ്രവൃത്തിയുടെ ആ വേലകള് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിച്ച് അത് We need to പ്രാവർത്തിയമാക്കേണ്ടതായിട്ടുണ്ട്. embrace Jesus and നമ്മള് let Him bring death and life in us. നമ്മൾ യേശുവിനെ മുറുകെ പിടിച്ച് ആലിംഗനം ചെയ്ത് യേശു നമ്മളുടെ ജീവിതങ്ങളിൽ ആ മരണവും ജീവനും കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കണം. Please, my dear friends, സുഹൃത്തുക്കളെ, we're going to move into the Lord's table within a few minutes. നമ്മൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ കർത്തൃമേശയിലോട്ട് നീങ്ങാൻ പോവാണ്. Again, here we come to the foot of the cross. ഇവിടെയും നമ്മൾ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ട് കാൽക്കലിലോട്ട് വരുന്നു. Very interesting. In the book of Romans, it says something like this. റോമാലേഖനത്തില് വളരെ രസകരമായ രീതിയിൽ ദൈവം ചില I കാര്യങ്ങൾ just saw it പറഞ്ഞു. this morning, actually. ഇന്ന് രാവിലെയാണ് എന്റെ ശ്രദ്ധ അങ്ങോട്ട് When പോയത്. God spoke in the first chapter of Romans, റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം സംസാരിച്ചു. Paul did not say like this. പൗലോസ് ഇങ്ങനെ പറഞ്ഞില്ല. He did not say because they did not obey God, their hearts were darkened. പൗലോസ് ഇങ്ങനെയല്ല പറഞ്ഞത്, അവര് ദൈവത്തെ അനുസരിക്കാത്തതും കൊണ്ട് അവരുടെ ഹൃദയം ഇരുണ്ടുപോയി എന്ന് അല്ല. Because you see, he could have said that very easily. പൗലോസിന് വേണമെങ്കിൽ അത് പറയാൻ And it's എളുപ്പമായിരുന്നു. true. അത് സത്യം But he തന്നെയാണ്. didn't use that phrase. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു പദമല്ല പൗലോസ് അവിടെ You know what ഉപയോഗിച്ചത്. he said? I think it's in verse 17. അവിടെ എനിക്ക് തോന്നുന്നു 17-ാം അധ്യായത്തിലാണ് റോമാലേഖനം 1:17. Even though they knew God, they did not honor him or give thanks. അവിടെ എഴുതിയേക്കുന്നത് അവര് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തില്ല, ദൈവത്തിന് കൊടുക്കേണ്ട നന്ദിയും കൊടുത്തില്ല. We all take pride in obeying God, isn't it? നമ്മളെല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നുണ്ടെന്നുള്ള വീമ്പടിക്കാറുണ്ട്. Can we boldly say, can we truly say, I honor God in my life? നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദരിക്കുന്നു, ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ കൊടുക്കുന്നു. I give thanks to him no matter what situation I go ഞാൻ through. ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ഞാൻ ആ ദൈവത്തിന് നന്ദി It is കരയിട്ടിരിക്കുന്നു. Romans 1:21. Yes, you see, it is this is the amazing maras that can come, and remember, that is not by accident. നമ്മളുടെ ജീവിതത്തിൽ അതിശയകരമായ രീതിയിലുള്ള മാറാകള് നമ്മുടെ ജീവിതത്തിൽ വരും. ഇതൊന്നും യാദൃശ്യമായി വരുന്നതല്ല. You see, because God is surely going to test us, because He wants to see what kind of faith we have. ഞാൻ പറയട്ടെ, ദൈവം തീർച്ചയായിട്ടും നമ്മളെ പരീക്ഷയിൽ കൂടി കടത്തിക്കൊണ്ട് പോകും. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ വിശ്വാസം ഏത് തരത്തിലുള്ളതാണ് എന്ന് വെളിപ്പെടണം. He wants us to see what kind of faith we have. നമ്മളുടെ വിശ്വാസം ഏത് തരത്തിലുള്ളതാണ്, എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണമെന്ന് He ദൈവം wants to ആഗ്രഹിക്കുന്നു. refine our faith, make it as gold. ദൈവം നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, പൊന്നുപോലെ. But you need not name that place Mara. പക്ഷെങ്കിൽ നമ്മള് ആ സ്ഥലങ്ങളെ മറ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. Israel named that place Mara. They thought that the water was bitter. ഇസ്രായേൽ ജനം ആ വെള്ളം കയ്പാണെന്ന് വിചാരിച്ചിട്ട് ആ സ്ഥലത്തിന് മാറ എന്ന് പേര്. But I could say that God named that place Mara because He saw that their hearts were bitter. ഞാൻ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ദൈവം ആ സ്ഥലത്തെ മാറ എന്ന് വിളിച്ചു. എന്താന്ന് വെച്ചാൽ ദൈവം കണ്ടു അവരുടെ ഹൃദയം കയ്പുള്ളതായിരുന്നു. Oh, my dear friends, how quickly after the Red Sea miracle, സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചേ, ആ ചെങ്കടലിന്റെ അതിശയം നമ്മൾ കണ്ടതിന് ശേഷം എത്ര പെട്ടെന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിലോട്ട് വന്നുപോയി.
I'm scared about myself. ഞാൻ എന്നെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചില സമയത്ത് So I പേടിയാവും. need to run to the cross. ഓ ആ ക്രൂശിലോട്ട് ഞാൻ ഓടി വന്നേ മതിയാവും. I just have a song for you, just to listen to English song, old hymn. Just can listen to the song before we go into the Lord's നമ്മൾ table. കർത്തൃമേശയിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ഇംഗ്ലീഷിൽ ഒരു പഴയ പാട്ട് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് Chris will play that ആഗ്രഹിക്കുന്നു. song for us, and then Pastor